വിക്കപ്പിയുടെ നല്ല തിരിച്ചു വരാൻ തോന്നുന്നു. നല്ല പടമാണ്. കുറേ നാൾ ശേഷം നല്ല പടം കാണാൻ പറ്റി. മീരാക്സ് വേണ്ടി ശക്തമായി തിരിച്ചു വരുക. ഞാൻ ട്രെയിലർ കണ്ടപ്പോൾ ഇത്ര നന്നാവുന്ന ഒരിക്കലും വിചാരിച്ചില്ല. ഇപ്പോൾ റൊമാൻസ് ഉണ്ട്, സെന്റിമെൻറ്റ്സ് ഉണ്ട്, കോമഡി, ഫാമിലി എല്ലാം ഉണ്ട്. ഒരു ഫാമിലി എൻ്റർടൈനറാണ്, ഒപ്പം യൂത്തിന് ഇഷ്ടപ്പെടും. എല്ലാം കൊണ്ട് നല്ലൊരു മൂവിയാണ്. നല്ല അഭിനയമാണ്, നല്ല ഡയറക്ഷനാണ്, ഒരു ലാഗും ഇല്ല. നല്ല പ്രണയത്തിന് പ്രായപ്രശ്നമുള്ള ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുന്ന മെസ്സേജ് ഉണ്ട്, എൻ്റർടൈനറാണ്. BKBയുടെ ഡയറക്ഷൻ നോക്കുന്നതാണ്. മീരാക്സിൻ്റെ ശക്തമായി തിരിച്ചു വരുന്നത്. ഇത് വാഴ ഇട്ടേ പോലെ ഒരു ഇറ്റാൻ സാധ്യതയുണ്ട്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എത്ര നല്ല പടമായിരിക്കും. അടിപൊളി കോമഡി ക്ലൈമാക്സ് എല്ലാവരും കാണും. എല്ലാവരും കാണുക, അതേ പറയാനുള്ളൂ. നിരാശയാക്കില്ല. നല്ല അടിപൊളിയായിട്ടുള്ള സൂപ്പറായിട്ടുണ്ട് മൂവി. നല്ല കോമഡി ഉണ്ട്, നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്, എല്ലാം സൂപ്പറായിട്ട്. ഒരു ബോറായിട്ട് തോന്നിയിട്ടില്ല സിനിമ. സൂപ്പറായിട്ട്. അതെ അതെ അതെ, തീർച്ചയായിട്ടും. കോമഡി പ്ലസ് ഫാമിലി എന്റർടൈൻമെന്റ് ആയിട്ട് വരും. നല്ല രസമുള്ള സിനിമയാണ്. എല്ലാവരും തീർച്ചയായിട്ടും കാണും. അടിപൊളി പടമാണ്. ഫാമിലി പിന്നെ ഈ ഇപ്പോഴത്തെ ജനറേഷന് പറ്റിയ നല്ലൊരു മൂവിയാണ്. എല്ലാവരും പോയി കാണും. പാലും പഴവും ഒരു ത്രൂ ഔട്ട് കോമഡി ഫിലിം അങ്ങനെ വേണം പറയാം. അതായത് മീര ജാസ്മിൻ്റെ ഒരു തിരിച്ചുവരവ് അങ്ങനെയും പറയാം. പിന്നെ അഭിനയിച്ച എല്ലാവരും, അത് അശ്വിനൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ കോമഡി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പടത്തിനെ കുറിച്ച് ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ പണ്ട് ദിലീപിൻ്റെ ഒരു പടം ഇറങ്ങിയിട്ടുണ്ട്, മീനത്തിൽ താലിയിട്ട്. ആ ഒരു പടത്തിൻ്റെ ലെവലാണ് സെയിം ആ ഒരു ജോണറിൽ തന്നെ ഒരു പടമായിട്ട് എനിക്ക് തോന്നിയത്. എന്തായാലും കൊള്ളാം, കോമഡി പടം. ഒരു 4 കൊടുക്കാം. അശ്വിൻ ചേട്ടൻ്റെയും മീര ചേച്ചിയുടെ പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്ന പടമാണ് ഇത്. കോമഡി പടമാണ്.